ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ച റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ കുതിർത്തെടുത്ത അരിയായിരുന്നത്. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. തക്കാളി എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അടച്ചു വയ്ക്കണം. ഇത് തുറന്ന് നോക്കി ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഫ്രൈ ആയ ചിക്കനൊക്കെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഒന്നുകൂടെ അടച്ചു വയ്ക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം. ഇനി ദം ചെയ്യാനുള്ള പാത്രം എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അടിഭാഗത്ത് നന്നായി കവർ ചെയ്ത് വയ്ക്കണം. ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട് കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് റൈസിന് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ മല്ലിയില പുതിനയില ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ദം ചെയ്തെടുക്കണം. അതിന് ഞാനൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് മൂടി എയർ ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായി ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം അടച്ച് ദം ചെയ്തെടുക്കാം. ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കി അതിന് മുകളിൽ വെച്ചാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. നമ്മുടെ സമയം പോലെ തന്നെ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കണം. ഞാൻ ചെറിയ രീതിയിലൊരു 10 മിനിറ്റ് വെച്ചിരുന്നാണിത്. ഇനി ഇത് തുറന്നെടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന ആദ്യം റൈസ് എടുത്തിട്ട് പിന്നെ ചിക്കന് മസാല എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെ വേണേലും ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും.